അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്നൊരു വെറൈറ്റി ലുക്ക് കണ്ടോ? ആ ലുക്ക് പോലെ തന്നെ ടേസ്റ്റും കണ്ടോ? അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര തിന്നാലും മതി വരാത്തൊരു സാധനം കേട്ടോ. അതായത് ഉണ്ടാക്കും തോറും പിന്നെ ഇത് തന്നെ ഉണ്ടാക്കുക എന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു പലഹാരമാണ്. അതുകൊണ്ട് നിങ്ങളാരും ഇത് മിസ് ചെയ്യരുത്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അഥവാ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ നിങ്ങളുണ്ടാക്കിയ റെസിപ്പി എങ്ങനെയാണെന്നും കൂടി എനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പലഹാരം കേട്ടോ. എണ്ണമെഴുക്കൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ഉഴുന്നുവട, പരിപ്പുവട അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാതെ ഇതൊന്ന് കഴിച്ച് നോക്കിയാൽ ഇത് എത്ര കഴിച്ചാലും മതിയാവത്തില്ല. അത്രയും ടേസ്റ്റാണ്. മൊരീച്ചൊക്കെ തിന്നുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ്. അതിനായിട്ട് ഞാൻ 2 കപ്പ് റവ ഈ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ടിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട, ഒരു തണ്ട് കറിവേപ്പില, ഒരു 2-3 കുഞ്ഞുള്ളി, ഒരു പച്ചമുളക്, നല്ല എരിവുള്ള ഒരു പച്ചമുളക് കേട്ടോ. അധികം എരിവുള്ളത് വേണ്ട, ഒരു വിധ എരിവുള്ളത്. ഒത്തിരി പച്ചമുളക് ഇടേണ്ട, ഒരെണ്ണം ഇട്ടാൽ മതി. എന്തിനാണെന്നൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ക്രഷ് ചെയ്യുമ്പോൾ ഇതിനാണ് എല്ലാ ഭാഗത്തുനിന്ന് ഇതൊന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല മണമായിരിക്കും കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റിയാണ്. ഈ വെറൈറ്റി പലഹാരം നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരും ഉണ്ടാക്കട്ടെ ഉണ്ടാക്കിയിട്ട് തിന്നട്ടെ, ആവശ്യമുള്ള പോലെ തിന്നട്ടെ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അവർ വീണ്ടും വീണ്ടും പറയും ഇതുപോലുള്ള റെസിപ്പികൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യൂ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. ഇതുപോലുള്ള സ്പെഷ്യൽ റെസിപ്പിക്കായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന സാധനത്തിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കിയില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കും. താഴത്തെ മാത്രം അരയും, മുകളിൽ കിടക്കണം, അങ്ങനെ തന്നെ കിടക്കും. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് നല്ലതുപോലെ അരച്ച് നല്ല മയത്തിൽ ഇഡലിയുടെ ബാറ്റർ തയ്യാറാക്കില്ലേ, അതുപോലെ തയ്യാറാക്കി കൊണ്ടുവരാം. കണ്ടോ ഇഡലിയുടെ ബാറ്റർ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ. പക്ഷേ ഒരു കളറൊക്കെ കണ്ടോ, ഈസ്റ്റ്മാൻ കളർ, ഒരു നമുക്ക് കാണാൻ തന്നെ നല്ല ലുക്കുള്ള, കുട്ടികൾക്കാണെങ്കിലും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ല മണവും രുചിയും അതേപോലെ കളറും കൂടി വന്നു കഴിയുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്തോ കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? പാൻ അടുപ്പത്ത് വെക്കുക, നല്ലോണം ചൂടാക്കി കഴിഞ്ഞിട്ട് സിമ്മിലേക്കിടാം. അതിനുശേഷം അതിൻ്റെ പാനിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കത് ഇട്ടിട്ട് മൊരിച്ചെടുക്കാം. മുകളിൽ എണ്ണ തൂത്ത് കൊടുക്കാം. മുകളിൽ എണ്ണ സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ അടിയിൽ ഫസ്റ്റിൽ കുറച്ച് എണ്ണ ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കണം. അപ്പം നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി എണ്ണ അതിനകത്തോട്ട് പിടിപ്പിക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അത് ഇതുപോലെ കട്ടിക്ക് തന്നെ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ചെറിയ കുട്ടി ദോശകളാക്കി ചുടാൻ നമുക്ക്. കനം കുറഞ്ഞ തിന്നാക്കി ചുടണമെങ്കിൽ അങ്ങനെ ചുടാം. അതേപോലെ തന്നെ നല്ല നെയ് റോസ്റ്റ് പോലെ മൊരിച്ചെടുത്തിട്ട് നമുക്ക് ചമ്മന്തിയും കൂട്ടി കഴിക്കാം. എല്ലാത്തിനും പറ്റും. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് തിന്നാൻ തോന്നിയത്. കാരണം ഞാൻ രാവിലെ പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങനത്തെ 2 അപ്പം ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാമെന്ന്. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് ചായയും ഇതും കൂടി വെച്ചിട്ട് നല്ല അടിപൊളി ലുക്കിൽ ഈ പലഹാരം ഞാൻ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ മിസ്സാക്കരുത്, ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സപ്പോർട്ട് ചെയ്ത് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അത് ഈ അപ്പം കണ്ടോ, കാണുന്നത് പോലെ തന്നെ രുചികരം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കണേ. എത്ര അപ്പം തിന്നാലും നമുക്ക് മടുക്കത്തില്ല. 1, 2, 3 കഴിക്കും തോറും വീണ്ടും കഴിക്കണമെന്ന് ടെൻഡൻസിയുള്ളൊരു അപ്പമാണ് കേട്ടോ. കഴിക്കണം, ഇനിയും കഴിക്കണം എന്നുള്ള ടെൻഡൻസിയോട് കൂടിയുള്ള അപ്പമാണ്. അതുകൊണ്ട് നിങ്ങളത് ആരും മിസ്സാക്കാതെ ഉണ്ടാക്കുക, കഴിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ അതാ ഇപ്പം ഞാൻ അപ്പങ്ങളിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി എന്ന് പറഞ്ഞ പോലെ അപ്പങ്ങളൊക്കെ ഇങ്ങനെ ചുട്ട് അമ്മായി ഇങ്ങനെ പാത്രത്തിലാക്കി. അമ്മായി ഇപ്പം ചായയും ഇതും കൂടി കൂട്ടി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ വളരാനായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.